ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ രംഗത്തെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ ശാസ്ത്രജ്ഞരുടെ പങ്കാളിത്തം വർദ്ധിച്ചതായും മൻ കി ബാത്തിൽ പരാമർശം. ഭക്ഷണശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ രോഗരഹിതമായ ഭാവിക്ക് സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി. വന്യജീവി സംരക്ഷണത്തിൽ ഏർപ്പെടുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും ആഹ്വാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യപ്രദേശ്, ബീഹാർ, അസം സംസ്ഥാനങ്ങളിലേക്കുള്ള 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന സർക്കാർ വയനാട് ദുരന്ത ബാധിതർക്കൊപ്പമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നോ സോൺ പ്രദേശത്തെ കരട് പട്ടിക തയ്യാറായി. തെലങ്കാനയിൽ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ കരസേനയും രംഗത്ത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടം ഇന്ന്. മത്സരം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-ന്. വാർത്തകൾ വിശദമായി. ബഹിരാകാശ രംഗത്തെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 119ാം പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ISROയുടെ വിജയങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ്. സമീപകാലത്ത് ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ സംഘത്തിൽ സ്ത്രീശക്തിയുടെ പങ്കാളിത്തം തുടർച്ചയായി വർദ്ധിക്കുകയാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. इसरो की सफलताओं का दायरा काफी बड़ा रहा है. बीते 10 वर्षों में ही करीब 460 सैटेलाइट्स लॉन्च की गई हैं और इसमें दूसरे देशों की भी बहुत सारी सैटेलाइट्स शामिल है. हाल के वर्षों की एक बड़ी बात ये भी रही है कि स्पेस साइंटिस्ट की हमारी टीम में नारी शक्ति की भागीदारी लगातार बढ़ रही है. मुझे यह देखकर भी बहुत खुशी होती है. അന്താരാഷ്ട്ര വനിതാ ദിനം, ദേശീയ ഗെയിംസിൽ കായിക താരങ്ങളുടെ പ്രകടനം തുടങ്ങിയവയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീശക്തിയെ ആദരിക്കാനുള്ള സവിശേഷ അവസരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വനിതാ ദിനത്തിൽ തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ രാജ്യത്തെ പ്രചോദനാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസത്തേക്ക് കൈമാറുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ സർവീസസിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കാനിരിക്കെ വൺ ഡേ ആസ് എ സയന്റിസ്റ്റ് എന്ന ആശയം മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. നിങ്ങൾ ഒരു ശാസ്ത്രജ്ഞനായി ഒരു ദിവസം ചെലവഴിക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. റിസർച്ച് ലാബ്, പ്ലാനറ്റേറിയം അല്ലെങ്കിൽ ബഹിരാകാശ കേന്ദ്രം പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സമയം കണ്ടെത്തണം. ഇത് ശാസ്ത്രത്തോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आने वाले कुछ ही दिनों में हम नेशनल साइंस डे मनाने जा रहे हैं. मेरे पास एक आइडिया है जिसे आप वन डे एज अ साइंटिस्ट कह सकते हैं. यानी आप अपना एक दिन एक साइंटिस्ट के रूप में, एक वैज्ञानिक के रूप में बिताकर देखें. उस दिन आप किसी रिसर्च लैब, प्लेनेटोरियम या फिर स्पेस सेंटर जैसी जगहों पर जरूर जाएं. इससे साइंस को लेकर आपकी जिज्ञासा और बढ़ेगी. ആരോഗ്യമുള്ള രാഷ്ട്രമായി മാറണമെങ്കിൽ അമിതവണ്ണം, പൊണ്ണത്തടി തുടങ്ങിയ പ്രശ്നങ്ങളെ നാം നേരിടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭക്ഷണത്തിൽ എണ്ണയുടെ അളവ് കുറയ്ക്കുന്നതും അമിതവണ്ണം നിയന്ത്രിക്കുന്നതും വ്യക്തിപരമായ തീരുമാനം മാത്രമല്ല, കുടുംബത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഭക്ഷണശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഭാവി കൂടുതൽ രോഗരഹിതമാക്കുന്നതിന് സഹായകമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊണ്ണത്തടിയെ വിജയകരമായി മറികടന്ന ഒളിമ്പിക് മെഡൽ ജേതാവ് നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ളവരുടെ അനുഭവങ്ങൾ അദ്ദേഹം മൻ കി ബാത്തിൽ പങ്കുവച്ചു. വന്യജീവി സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഈ മേഖലയിൽ നിരവധി സ്റ്റാർട്ടപ്പുകൾ ഉയർന്നുവന്നതിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു. പ്രകൃതിയും വന്യജീവികളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പുലികളി പോലുള്ള നിരവധി സാംസ്കാരിക നൃത്തങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. भगवान अयप्पा का भी बाघ से बहुत गहरा नाता है. हमारे यहाँ कर्नाटका के हुली वेशा, तमिलनाडु के पुली और केरला के पुलिकली जैसे कई कल्चरल डांसेस हैं जो नेचर और वाइल्ड लाइफ के साथ जुड़े हुए हैं. ഈ പരീക്ഷാകാലത്ത് എക്സാം വാരിയേഴ്സിന് എല്ലാ ആശംസകളും നേരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. സമ്മർദ്ദമില്ലാതെ പോസിറ്റീവ് മനോഭാവത്തോടെയാവണം പരീക്ഷ എഴുതേണ്ടതെന്നും ശ്രീ മോദി പറഞ്ഞു. ബി ഹാപ്പി ആൻഡ് സ്ട്രെസ് ഫ്രീ എന്ന സന്ദേശം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 119ാം പതിപ്പ് ഉപസംഹരിച്ചത്.
ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് രാജസ്ഥാൻ സന്ദർശിക്കും. ജയ്പൂർ ദേശീയ സർവകലാശാലയുടെ 14ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യപ്രദേശ്, ബീഹാർ, അസം സംസ്ഥാനങ്ങളിലേക്കുള്ള 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ എത്തുന്ന അദ്ദേഹം ബാഗേശ്വർ ധാം ശാസ്ത്ര വൈദ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിന്റെ തറക്കല്ലിടൽ നിർവഹിക്കും. ഭോപ്പാലിൽ ആഗോള നിക്ഷേപക ഉച്ചകോടിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നാളെ ബീഹാറിൽ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അസമിലെത്തുന്ന പ്രധാനമന്ത്രി നാളെയും മറ്റന്നാളുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. തെലങ്കാനയിൽ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ കരസേനയും രക്ഷാപ്രവർത്തനങ്ങൾക്കായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ശ്രീശൈലം ഇടതുകര കനാൽ തുരങ്കത്തിന്റെ മേൽക്കൂര തകർന്ന് 13 കിലോമീറ്ററിനുള്ളിലായി 8 പേർ കുടുങ്ങിയത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്നും ലഭ്യമായ എല്ലാ സഹായവും നൽകുന്നതിൽ പ്രതിജ്ഞാബദ്ധമെന്നും മന്ത്രി കെ രാജൻ. ഏറ്റവും സുതാര്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നോ സോൺ പ്രദേശത്തെ കരട് പട്ടിക തയ്യാറായി. വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. 81 കുടുംബങ്ങൾ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടം. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ കളിക്കളത്തിലിറങ്ങുന്നത്. ഇന്ന് ജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമി ബർത്ത് ഏറെക്കുറെ ഉറപ്പാക്കാം. അതേസമയം ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ട പാകിസ്ഥാന് ഇന്നത്തെ മത്സരവും വിജയിച്ചില്ലെങ്കിൽ പുറത്തേക്കുള്ള വഴി തെളിയും. അതിനിടെ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രയാഗ്രാജിലെ മഹാകുംഭ് ത്രിവേണി സ്നാനത്തിൽ ഇതുവരെ പങ്കെടുത്തത് 60.74 കോടിയിലേറെ പേർ. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഉത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുംഭിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കും. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദയാനന്ദ സരസ്വതിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ദിശയിൽ ഓരോ പൌരനും മുന്നോട്ടു പോകണമെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു. പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. നാളെ പാരീസിൽ ഫ്രഞ്ച് കരസേനാ മേധാവിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കത്തോലിക്ക സഭാ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ന്യൂമോണിയ, ശ്വാസകോശത്തിലെ അണുബാധ തുടങ്ങിയ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഒരാഴ്ച മുൻപാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്ലേറ്റ്ലെറ്റ് അളവ് കുറഞ്ഞതിനെ തുടർന്ന് മാർപ്പാപ്പയ്ക്ക് രക്തം നൽകിയതായും വത്തിക്കാൻ അറിയിച്ചു. അതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രാജി സംബന്ധിച്ച വാർത്തകൾ അധികൃതർ തള്ളി. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കമലേഷ് പസ്വാൻ ലക്ഷദ്വീപിലെത്തി. ദ്വീപിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുമായി കേന്ദ്ര സഹമന്ത്രി ആശയവിനിമയം നടത്തി. ലക്ഷദ്വീപിൽ നടപ്പാക്കുന്ന വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം വിലയിരുത്തി. ഐക്യരാഷ്ട്രസഭ സമാധാന പ്രവർത്തനങ്ങളിലെ ഇന്ത്യയുടെ നിർണായക പങ്കിനെ UN സമാധാന പ്രവർത്തനങ്ങളുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ജീൻ പിയറി ലാക്രോയിക്സ് പ്രകീർത്തിച്ചു. സമാധാന ദൌത്യങ്ങളിൽ ഇന്ത്യൻ വനിതകളുടെ പ്രാതിനിധ്യം അനുകൂല സ്വാധീനം ചെലുത്തുന്നതായി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഒഡീഷയെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിലെ 28 തദ്ദേശ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ രംഗത്തെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ ശാസ്ത്രജ്ഞരുടെ പങ്കാളിത്തം വർദ്ധിച്ചതായും മൻ കി ബാത്തിൽ പരാമർശം. ഭക്ഷണശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ രോഗരഹിതമായ ഭാവിക്ക് നിർണായകമാകുമെന്ന് പ്രധാനമന്ത്രി. വന്യജീവി സംരക്ഷണത്തിൽ ഏർപ്പെടുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും ആഹ്വാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യപ്രദേശ്, ബീഹാർ, അസം സംസ്ഥാനങ്ങളിലേക്കുള്ള 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന സർക്കാർ വയനാട് ദുരന്ത ബാധിതർക്കൊപ്പമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നോ സോൺ പ്രദേശത്തെ കരട് പട്ടിക തയ്യാറായി. തെലങ്കാനയിൽ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ കരസേനയും രംഗത്ത്.
ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടം ഇന്ന്. മത്സരം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.